പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരാഴ്ചയോടെ വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്നിടങ്ങളിലൊക്കെ നിറയ്ക്കുവാനിടയായി തീരട്ടെ. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്നിച്ച് അടുത്ത് വരുവാൻ കൊണ്ടോട് നീത ഉപകാരത്തിനായ സ്തോത്രം. പ്രത്യേകമായി നല്ലൊരു ജീവിതാനുഭവം ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയ മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശ്വാദ പ്രാർത്ഥന വരെ പ്രത്യേക സാന്നിധ്യം ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനമഹത്വത്തെ കടപ്പിക്കുന്നു. യേശു മൂലം നന്മയായി ചോദിക്കുന്നു, കേൾക്കുമാറകണമേ. ആമേൻ. ഓരോ സാക്ഷ്യവും നമ്മുടെ എല്ലാ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്നും അങ്ങനെ ഒരു അത്ഭുത സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിയ സിസ്റ്റർ സൂസൻ വർഗീസാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നേ? അതെ അതെ. ട്രിവാൻഡ്രത്ത് നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നല്ലേ? ഞാൻ ട്രിവാൻഡ്രത്ത് നാലാഞ്ചിറയിൽ നിന്നാണ്. നാലാഞ്ചിറയാണ് എന്റെ വീട്. ഞങ്ങൾ താമസിക്കുന്ന ഇപ്പൊ നാലാഞ്ചിറയിൽ. ഓക്കെ. ജനിച്ചു വളർന്നതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നോ? അല്ല, ഞാൻ എന്റെ ജന്മദേശം മുണ്ടക്കയമാണ്, കോട്ടയം മുണ്ടക്കയമാണ്. ശരി. എന്റെ ഫാദറൊക്കെ ആയിട്ട് റാന്നിന്ന് പോയി ഒരു മുണ്ടക്കയത്ത് പോയി സെറ്റിൽ ആയതാണ്. അങ്ങനെ മുണ്ടക്കയത്താണ് ഞാൻ ജനിച്ചതും എന്റെ വിദ്യാഭ്യാസവും ഒക്കെ നടന്നതൊക്കെ മുണ്ടക്കയത്താണ്. ഇപ്പോഴും എന്റെ മൂത്ത ബ്രദറും എന്റെ അമ്മയൊക്കെ മുണ്ടക്കയത്താണ്. ഒരു വിധത്തില് റാന്നിയുമായിട്ടും ബന്ധമുണ്ട്. എനിക്കത് കേൾക്കുന്ന സന്തോഷം. അതുകൊണ്ടാണ് ഞാനും റാന്നിക്കാരനായതുകൊണ്ട്. ദൈവത്തിന് ശുഭ സിസ്റ്റർ നേരത്തെ നമുക്ക് ചാനലിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സിസ്റ്റർ നമ്പർ തന്നത് സിസ്റ്ററോടുള്ള നന്ദി പറയുക. നാലാഞ്ചിറ ജയോത്സവം ചർച്ചിൽ പോകുന്നല്ലേ പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ? അതെ, ജയോത്സവം ചർച്ചിലെ മെമ്പറാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആ ചർച്ചിൽ വന്നിട്ടുണ്ട്. ആ ചർച്ച് അന്ന് പണിയുന്ന സമയമൊക്കെയാ, എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. 2015 നേരത്തെ ആ ചർച്ചിന്റെ അന്ന് ബിൽഡിംഗ് പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നാൽ എനിക്ക് തോന്നുന്നു ആരാധന അവിടെ സ്റ്റാർട്ട് ചെയ്തില്ല. ആ ചർച്ചിൽ വന്ന് കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച് ഹോളാണ്. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി മുണ്ടക്കയത്താണ് ജനിച്ചതെന്നൊക്കെ പറഞ്ഞു. എന്നാലേ മാതാപിതാക്കൾ, കുടുംബം, സിസ്റ്റർ കുടുംബം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ശരി വാസ്റ്റർ. ഞാന് മുണ്ടക്കയത്താണ് ജനിച്ചതും എന്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞത് മുണ്ടക്കയത്താണ്. എനിക്ക് 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. എന്റെ പിതാവ് ഇപ്പോൾ ലോകത്തില്ല, മരിച്ചുപോയി. എന്റെ മാതാവുണ്ട്. മാതാവ് ഇളയ ബ്രദറിന്റെ ഭവനത്തില് മുണ്ടക്കയത്തായിരിക്കുന്നു. മൂത്ത ബ്രദറും കുടുംബമായിട്ട് മുണ്ടക്കയത്താണ്. എന്റെ സിസ്റ്റർ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ അടുത്തടുത്തായിട്ടാണ് താമസിക്കുന്നത്. എന്റെ വിദ്യാഭ്യാസമൊക്കെ മുണ്ടക്കയത്താണ് നടന്നത്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരികയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് അവിടെ അങ്ങ് സെറ്റിൽ ആകുകയായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു മലങ്കര കാത്തലിക് കുടുംബത്തിൽ നിന്ന് വന്നതാണ്. മലങ്കര കാത്തലിക് അടിസ്ഥാനപരമായിട്ട് മലങ്കര കാത്തലിക് നിന്ന് വന്നതാണെങ്കിലും എൻ്റെ അമ്മ മർത്തോമ കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എൻ്റെ ചെറുപ്പനാളുകളിൽ ഞാൻ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേനും, അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേനും, ഈ അവരെല്ലാം മർത്തോമക്കാരായതുകൊണ്ട് രാത്രിയിലും രാവിലെയുള്ള പ്രാർത്ഥന അതിന് നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലുന്ന കുഞ്ഞുങ്ങളെല്ലാം സഹകരിക്കണമായിരുന്നു. രാവിലെയൊക്കെ എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്റർ കട്ടപ്പനയില്ല, അവിടെ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ട് അവിടെ അവധിക്കാലം ചെലവഴിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം, വെളുപ്പിനെ ആ തണുപ്പത്ത് 4 മണിയാകുമ്പോൾ വിളിച്ചു പോകും പ്രാർത്ഥിക്കാനായിട്ട്. പറയും, നിങ്ങൾ പ്രാർത്ഥിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് കിടന്നോളാൻ പറയും. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഒരു തുടക്ക അനുഭവങ്ങളായിരുന്നു. പക്ഷെ അത് ക്രമേണ അത് വലിയൊരു സന്തോഷത്തിനുള്ള കാരണമായി തീർന്നു.
അതുപോലെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അമ്മയുടെ വീടിനടുത്ത് ഒരു ബെന്തിക്കോസ് പള്ളിയുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ബെന്തിക്കോസ് പള്ളിയിൽ പോയി ഡ്രം അടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ. അപ്പം എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പോയി കഴിഞ്ഞ ലാസ്റ്റ് പ്രെയർ എല്ലാം കഴിയുമ്പോഴത്തേനും അവിടുത്തെ പാസ്റ്ററുകള് ഡ്രം തരും, നമ്മുടെ കയ്യിൽ തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാട്ട് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രം അടിക്കാവല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ അത് അടിച്ച് അങ്ങനെ പാട്ട് പാടുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ പാസ്റ്ററുകൾ വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഈ പ്രാർത്ഥന എന്തുവാന്നോ അതൊന്നും അറിഞ്ഞില്ല. ഈ ഡ്രം അടിക്കാവുന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. 10ാം ക്ലാസ് പരീക്ഷയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് എൻ്റെ പപ്പയുടെ ബ്രദർ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നു. അങ്ങനെ ഇവാനിയോസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നേഴ്സിംഗ് പഠനം തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നേഴ്സിംഗ് പഠനത്തിന് പോയി. അങ്ങനെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് തന്നെ ജോലിക്കായിട്ട് വരികയാണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് വന്ന് 2-3 ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തു. കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, ശ്രീത്രയിൽ ജോലി ചെയ്തു. ശ്രീത്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹം സൗദിയിൽ ജോലിയുള്ള ബിജു കെ സാമുവൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എൻ്റെ വിവാഹം 97 നടക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് യോജിപ്പിച്ചു തന്നു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 97 വിവാഹം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് സൗദിയിൽ ജോലിയായിരുന്നു. 98 ആയപ്പോഴത്തേനും സൗദിയിലെ ജോലി, അവിടുത്തെ കോൺട്രാക്ട് തീർന്നു. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ വരുവാൻ കാരണമായി. ആ സമയത്ത് ഞങ്ങളൊരു ഭവനം പണിയുകയും, ഞങ്ങളൊരു ഭവനം പുതുതായിട്ട് നാലാഞ്ചിറയിൽ ഞങ്ങളൊരു ഭവനം പണിത് അങ്ങോട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2000 ഞങ്ങൾക്ക് ദൈവം ഒരു മകനെ ദാനമായി തന്നു. അങ്ങനെ ഞങ്ങളുടെ മൂത്ത പൈതല് 2000 മെയ്യോടുകൂടി ഞങ്ങൾക്ക് ജനിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് മോന് 6 മാസം ഉള്ളപ്പോഴത്തേനും കുവൈറ്റിലേക്ക് ജോലിയോട് സംബന്ധമായിട്ട് കടന്നു വന്നു. ആ സമയത്ത് ഞാൻ RCCയിലാണ് ജോലി ചെയ്യുന്നത്, ട്രിവാൻഡ്രത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഹസ്ബൻഡിക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നാട്ടിലത്തെ PSC വഴിയായിട്ട് കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിയമനമായി. അപ്പൊ ഞാൻ പിന്നെ RCCയിലെ ജോലി റിസൈൻ ചെയ്ത് കോട്ടയത്തേക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് പോയി. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ആക്കിയിട്ട് ഞാൻ അങ്ങനെ കോട്ടയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങോട്ട് ഒരു വിസിറ്റ് വിസയിൽ കൊണ്ടുവരാം, ഇവിടെ നമുക്ക് ജോലിക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2001 സെപ്റ്റംബർ, ആ സമയത്ത് വേൾഡ് ട്രേഡ് അറ്റാക്ക് ഒക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ കുവൈറ്റിലേക്ക് കടന്നു വരുന്നത്. 2001 സെപ്റ്റംബർ മാസം ഞാൻ കുവൈറ്റിൽ കടന്നു വന്നു. മോനെന്ന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. കടന്നു വന്നു. ആദ്യത്തെ വിസിറ്റ് വിസയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജോലിക്ക് ഇവിടെ ഒക്കെ അന്വേഷിച്ചു. പക്ഷെ ആ സമയത്ത് ഇവിടെ ലോക്കലായിട്ട് ഇന്റർവ്യൂ ഒന്നും എടുക്കാത്ത ഒരു സമയമാണ്. അപ്പം ആദ്യത്തെ 3 മാസത്തെ വിസിറ്റ് വിസ കഴിഞ്ഞു. രണ്ടാമത്തെ വിസ ബഹ്റിനിൽ പോയി എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തു. രണ്ടാമത്തെ വിസ കഴിയാറായിട്ടും എനിക്ക് ജോലിക്കുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഈ സമയത്താണ് ഞാനിവിടെ കുവൈറ്റിൽ വന്നു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോൾ തൊട്ട് പള്ളിയിലൊന്നും പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പള്ളിയിലൊന്നും പോകുന്നില്ലേ? പറഞ്ഞു, ഞാനിങ്ങനെ പള്ളിയിലല്ല പോകുന്നത്, ഞാനിവിടെ ഒരു കൂട്ടായ്മയിലാണ് പോകുന്നത്, ഞാനിങ്ങനെ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞു. എനിക്കത് വലിയ ഷോക്കായി പോയി. കാരണം നമ്മള് നാട്ടില് കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചിട്ട് എനിക്ക് ബെന്തിക്കോസ് ആരാധനയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിൽ വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഈ ഹസ്ബൻഡ് ഇങ്ങനെ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ ഇങ്ങനെ പെട്ടെന്ന് മാറിപ്പോയില്ല. എനിക്കാണെങ്കിൽ മാതാവിൽ അടിയുറച്ച് വിശ്വാസമുള്ള വ്യക്തിയുമാണ്, ഞാൻ എങ്ങനെ മാറും? അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നീ മാറണോന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നീ നോക്കിക്കോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോയിക്കോളാം, ഞാൻ പക്ഷേ ഈ കൂട്ടായ്മയിലേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലും പോയി കൂട്ടായ്മയ്ക്കും പോയി. രണ്ടിടത്ത് പോകുന്നത് ബുദ്ധിമുട്ടായപ്പോഴത്തേനും ഞാൻ ഓർത്ത്, എന്നാ ഏതായാലും കൂട്ടായ്മയ്ക്ക് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്ന് ഈ ദിവസം ഉള്ള ദൈവവചനം, അവിടെ എപ്പോഴും മീറ്റിങ്ങുകളുണ്ട്. തേഴ്സ്ഡേ മീറ്റിംഗ് ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പൊ ഈ മീറ്റിങ്ങുകൾക്കെല്ലാം ഇങ്ങനെ ദിവസവും പോയി കഴിഞ്ഞപ്പം
അവിടുന്ന് വചനമൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് വചനമൊക്കെ കേൾക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് വായിക്കുമെങ്കിലും സുവിശേഷം വായിക്കും, സങ്കീർത്തനം ഏതെങ്കിലും ഒന്ന് വായിക്കും. അതല്ലാതെ ഡീപ്പായിട്ടൊന്നും വചനങ്ങളൊന്നും പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വലിയ ജ്ഞാനം ഒന്നുമില്ല. വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ആ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ദിവസം തോറും ഇങ്ങനെ വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇതിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവ്, ഇത് സത്യമാണോ? ഇവരൊക്കെ പറയുന്ന സത്യമാണോ? ഇതെന്താ ഇത്? ഈ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു വിശ്വാസമാണല്ലോ. കർത്താവ് എന്നോട് സംസാരിച്ചാൽ ഞാൻ ഇത് വിശ്വസിക്കാം. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഈ വഴി സത്യമാണ്, സ്നാനം സത്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എന്നെ വചനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ജോലി കിട്ടുന്നില്ല, അപ്പൊ ഇനി ഒരു വിസയും കൂടെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ വിസയിൽ കയറി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഏതായാലും എന്നാ നാട്ടിൽ പോവാണെങ്കിലും കുഴപ്പമില്ല, ഗവൺമെന്റ് ജോലിയുണ്ട്. തിരിച്ചു പോകുന്നതിന് മുന്നായിട്ട് ഏതായാലും സ്നാനപ്പെട്ടിട്ട് അങ്ങ് പോയേക്കാം. അപ്പൊ നാട്ടിൽ ആരോടും ചോദിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ ഈ കൂട്ടായ്മയിലാ പോകുന്നതെന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ പോകുന്നതിന് മുന്നായിട്ട് ഈ സ്നാനപ്പെട്ടിട്ട് ഞാനങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ 2002 ഏപ്രിൽ മാസം 12-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം സഹായിച്ചു എന്നെ സ്നാനപ്പെട്ടു. വളരെ സന്തോഷം, ആത്മീയമായിട്ട് ആ സമയങ്ങളിൽ വളരെ സന്തോഷം അനുഭവിക്കുന്ന സമയമാണ്. ജോലി കിട്ടിയില്ലെങ്കിലും പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആ ഏപ്രിൽ മാസം തന്നെ ഹസ്ബൻഡിന്റെ കമ്പനിയില് ഒരു ഹസ്ബൻഡ് സീനിയർ ആയിട്ടുള്ള ഒരു ബോസ് വന്നിട്ട്, ഒരു കുവൈറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കും, നിന്റെ ഫാമിലി ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഇങ്ങനെ അവള് നേഴ്സാണ്, വന്നിട്ട് 3ാമത്തെ വിസയായി, ഇതുവരെ ജോലിയൊന്നും ലഭിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, ഇവിടെ ലോക്കലായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ലോക്കലായിട്ടൊന്നും എടുക്കുന്നില്ല എന്നാ കേട്ടതെന്ന് പറഞ്ഞു. ശരി, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വ്യക്തി പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ വ്യക്തി തന്നെ ഈ മിനിസ്ട്രിയുടെ ആപ്ലിക്കേഷനുമായിട്ടാണ് വരുന്നത്. മിനിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് ഹസ്ബൻഡെ കൊടുത്തിട്ട് പറയും, ഇതൊരെണ്ണം ഫില്ല് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് കൊണ്ടു തന്നു. ഞാൻ പെട്ടെന്ന് എന്റെ ബയോഡേറ്റയും ഈ ആപ്ലിക്കേഷനും എല്ലാം കൂടെ ഫില്ല് ചെയ്ത് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടു കൊടുത്തു. ആ മാസം 18-ാം തീയതി മിനിസ്ട്രിയിൽ നിന്ന് എനിക്ക് കോള് വരിക, നിനക്ക് റിട്ടൺ ടെസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്, നീ വരണമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏപ്രിൽ മാസം 12-ന് ഞാൻ സ്നാനപ്പെട്ടു. തിരിച്ചു പോകാനിരുന്ന് ഞാന് ഏപ്രിൽ മാസം 18-ാം തീയതി എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ റിട്ടൺ ടെസ്റ്റും ഇന്റർവ്യൂ ആ ദിവസം കർത്താവിന്റെ കൃപയാല് പാസ്സാകുവാൻ സഹായിച്ചു. അപ്പൊ അവിടെ നിൽക്കുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, ഇതുപോലെ വന്ന് പരീക്ഷ എഴുതി. അപ്പൊ അവരോട് ഓരോരുത്തരായിട്ട് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എത്ര രൂപ കൊടുത്തു, നീ എത്ര രൂപ കൊടുത്തു എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പൈസയൊന്നും കൊടുത്തില്ല. അപ്പൊ അവര് തമ്മി എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്. അപ്പൊ ഞാൻ പിന്നീട് കാരണം അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ആ സമയത്ത് അവിടെ പൈസ കൊടുത്താൽ ലോക്കലായിട്ട് എക്സാം പാസ്സാക്കി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പൈസ കൊടുത്ത് കയറി എന്ന് ആണ് അവർ വിചാരിച്ചത്. ഞാനിത് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കത്തില്ല, ഞാൻ പൈസയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കത്തില്ല. പക്ഷെ എനിക്കുള്ളിൽ സന്തോഷമാണ്, നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല. നമുക്ക് ആ സമയത്ത് ഹസ്ബൻഡിന് കുവൈറ്റില് 2002 ആകെ 225 KD സാലറി ഉള്ളത്. ആ സമയത്ത് 1000 KD 1500 KD ഒന്നും ഇങ്ങനെ റെക്കമെൻഡേഷന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. അത് പറഞ്ഞാൽ തന്നെ കൊടുക്കാനുള്ള നമുക്ക് സാവകാശം ഇല്ലായിരുന്നു. അങ്ങനെ അത് ദൈവകൃപയാൽ പാസ്സായി. ഓഗസ്റ്റ് മാസം 2002 ഓഗസ്റ്റ് മാസം 10-ാം തീയതി എനിക്ക് ജോയിനിങ് ലെറ്റർ കിട്ടി. ഞാൻ 8 വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എനിക്ക് അതിൽ നിന്ന് അവര് ക്യാൻസർ ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസിലാണ് എനിക്ക് ജോലി അവർ പോസ്റ്റിംഗ് തന്നത്. അങ്ങനെ കുവൈറ്റിലുള്ള ക്യാൻസർ കൺട്രോൾ സെന്ററിൽ എനിക്ക് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള പോസ്റ്റിംഗ് ലെറ്റർ കിട്ടി. അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. ഇപ്പൊ മിനിസ്ട്രിക്ക് ഒരു റൂളുണ്ട്, ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞ് പ്രഗ്നന്റ് ആകാവൂ എന്നുള്ളത്. അത് നമുക്ക് പൊതുവായിട്ട് ഉള്ള റൂളാണ്, നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി, ഞാനൊരു വാർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പിറ്റേ മാസം ഞാൻ അറിയുന്നു ഞാൻ പ്രഗ്നന്റാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ദൈവമേ, ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. 1 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആണെങ്കിൽ എങ്ങനെ ചെന്ന് അവിടുത്തെ അതോറിറ്റിയോട് പറയും?
അവര് എന്നെ ടെർമിനേറ്റ് ചെയ്യുമോ? ഇങ്ങനെ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും 2 വർഷത്തേക്ക് നിന്നെ ടെർമിനേറ്റ് ചെയ്യും. കാരണം ഇതിനു മുൻപ് ഇവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ റൂൾ അനുസരിക്കാതെ 2 ഇയേഴ്സിന് മുന്നേ പ്രഗ്നന്റ് ആയവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 ഇയേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നിനക്ക് ക്യാൻസർ സെന്ററിൽ തന്നെ കിട്ടുകയില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങള് കുവൈറ്റില് ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയിലാണ് പൊക്കോണ്ടിരുന്നത്. അവിടുത്തെ സാമുവൽ പാസ്റ്ററിനോട് വിവരം പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, എന്റെ വീട്ടിലോട്ട് ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ വിഷമത്തോടു കൂടി വീട്ടിലോട്ട് പോയി. പാസ്റ്ററിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പാസ്റ്റർ ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് സമാധാനപ്പെടുത്തി ഇരുത്തിയിട്ട് പറഞ്ഞു, ദൈവം തന്ന ദാനമാ ഉദരഫലം എന്ന് പറയുന്നത്. ആ ഒരു ദാനം കിട്ടിയത് വഴിയായിട്ട് നമുക്ക് കിട്ടിയ ഒരു നന്മയും മുടങ്ങിപ്പോകത്തില്ല. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് അന്യഭാഷാപരം കിട്ടുകയാണ്. ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞു. അപ്പൊ എനിക്ക് ഹൃദയത്തിന് നല്ല ബോധ്യമായി ഇതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ലെന്ന്. അങ്ങനെ ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ജോലിക്ക് ചെന്നു. എന്റെ വിഷയങ്ങളൊന്നും ആരും അത്ര ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ നോർമലായിട്ട് ഡ്യൂട്ടിയൊക്കെ കടന്നുപോയി. അങ്ങനെ ജോയിൻ ചെയ്ത് 1 വർഷം ആകുന്നതിന് മുന്നേ മെറ്റേണിറ്റി ലീവ് എടുക്കേണ്ട അവസ്ഥ വരികയാണ്. അന്നേരപ്പോഴത്തേനും ലീവിന് അപ്ലൈ ചെയ്തപ്പോഴത്തേനും അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, 1 വർഷത്തിന് മുന്നേ ആയതുകൊണ്ട് മെറ്റേണിറ്റി ലീവ് കിട്ടത്തില്ല, നിന്റെ ആനുവൽ ലീവ് എടുക്കണം, അത് കാരണം നീ ഒറ്റ സിക്ക് ലീവ് പോലും എടുക്കരുത് എന്ന് പറഞ്ഞു. അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു കുഴപ്പം കൂടാതെ എന്റെ പ്രഗ്നൻസിയുടെ ടേം കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കണം, ഒരു സിക്ക് ലീവ് പോലും എടുക്കാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒറ്റ സിക്ക് ലീവ് പോലും എടുക്കാതെ ആ പ്രഗ്നൻസി പീരീഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്റെ ഡെലിവറി സമയമായപ്പോഴത്തേനും എനിക്ക് തരികയെന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് മിനിസ്ട്രി അലോ ചെയ്തു. എനിക്ക് 1 വർഷത്തിന് മുന്നേ ആ മെറ്റേണിറ്റി ലീവ് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് കിട്ടി. 30 ദിവസം മെറ്റേണിറ്റി ലീവ് കിട്ടി. ആനുവൽ ലീവ് പിറ്റേ വർഷം അങ്ങനെ എടുക്കുവാനും കാരണമായി. അപ്പൊ ഞാന് ഇങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു മോളെ ദൈവം ദാനമായിട്ട് തന്നു. 2003 ജൂൺ മാസം എനിക്ക് ഒരു മോളെ കർത്താവ് ദാനമായിട്ട് തന്നു. അപ്പൊ ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും എന്നുള്ള ചിന്തയായി. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് നഴ്സിംഗ് ഓഫീസിൽ നിന്ന് മെസ്സേജ് വരികയാണ്, അവളെ കീമോതെറാപ്പി റൂമിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞു. ഡേ കെയർ അവിടോട്ട് മാറ്റിക്കോളാൻ പറഞ്ഞു. അവിടെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അങ്ങനെ ആ കുഞ്ഞിന് 2 വയസ്സാകുന്നിടം വരെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ ജോലി ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പൊ ഈ സമയത്ത് ഞാൻ വാർഡിൽ ജോലി ചെയ്യുമ്പം ഈ പ്രഗ്നൻസി പീരീഡിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ അലവൻസ് 60 KD ആണ് നൈറ്റ് അലവൻസ്. ഈ നൈറ്റ് അലവൻസ് ഞാൻ ഈ ഡേ കെയറിൽ വന്നിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഞാനൊരു 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തു, ആപ്ലിക്കേഷൻ കൊടുത്തു, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, എനിക്ക് കിട്ടുന്ന അലവൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അവരത് മേടിച്ചിട്ട് അവർ മിനിസ്ട്രിക്ക് അയച്ചു. രണ്ടാമത് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അലവൻസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, നീ മിനിസ്ട്രിയിൽ ഡയറക്റ്റ് പോയി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മിനിസ്ട്രിയിൽ ഞാൻ ഡയറക്റ്റ് പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. എന്നിട്ട് ഇവർ ക്യാൻസൽ ചെയ്യുന്നില്ല. അങ്ങനെ ഏകദേശം 1 വർഷമായി. അപ്പൊ ഈ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം പറയുന്നുണ്ട്, ഇത് നീ പറയാതിരുന്നാൽ വലിയ പ്രശ്നമാകും, ഒരുമിച്ച് നിന്റെ പൈസ എല്ലാം കൂടെ കട്ട് ചെയ്ത് കളയും, ക്യാൻസൽ ചെയ്യും, അത് നിനക്ക് അന്നേരം ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി തീരും, അതുകൊണ്ട് നീ ഒന്നുകൂടെ ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് ഞാനെന്നാ എന്റെ ഹെഡ് നഴ്സിനോട് പറയാം. അങ്ങനെ എന്റെ ഹെഡ് നഴ്സിനോട് പറഞ്ഞപ്പോഴത്തേനും ഹെഡ് നഴ്സ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ, ഞാനും കൂടെ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ മിനിസ്ട്രിയിൽ പോയി. മിനിസ്ട്രി ചെന്ന് അവരോട് ആപ്ലിക്കേഷൻ എന്റെ കംപ്ലൈന്റ് ലെറ്ററും കൊടുത്ത് അവരോട് സംസാരിച്ചപ്പോ അവര് സിസ്റ്ററിനോട് ചോദിച്ചു, ഈ നോൺ കുവൈറ്റി ആയിട്ടുള്ള ഇവൾക്ക് നൈറ്റ് അലവൻസ് കിട്ടുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. സിസ്റ്ററിനോട് ചോദിച്ചു. സിസ്റ്റർ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷെ അവളുടെ പൈസ എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അവൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ഓർത്താണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ശരി, നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഈ നൈറ്റ് അലവൻസ് എനിക്ക് 2 വർഷം വരെ മന്ത്ലി 60 KD വെച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഞാന് അന്നേരപ്പോഴത്തേനും എനിക്ക് ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഈ വചനത്തിൽ ഭയങ്കര വിശ്വാസം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തിന്റെ വചനം എടുത്തിട്ട് ആ വചനത്തിൽ നന്നായിട്ട്
ഉറച്ച് വിശ്വസിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഓർത്ത് കർത്താവേ, ഈ 2 വർഷമായിട്ട് എനിക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത്ര ആപ്ലിക്കേഷൻ കൊടുത്തു, എന്നിട്ട് ഈ പൈസ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതെനിക്കൊരു ബുദ്ധിമുട്ടായി വരുമല്ലോ കർത്താവേ എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ദിവസം വചനം എടുത്തപ്പോ എനിക്ക് ഇരമ്യാവിന്റെ 32:8 കേട്ടിട്ട്, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അതിന്റെ പശ്ചാത്തലം വേറെയാണെങ്കിലും എനിക്ക് കിട്ടിയ വാക്ക് അതാണ്. ഞാനത് ബലമായിട്ട് വിശ്വസിച്ചു, ഞാനത് ഏറ്റെടുത്തു. അപ്പൊ എനിക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ച് ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, കർത്താവിനോട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ ബന്ധപ്പെടേണ്ടവരോടെല്ലാം പോയി ഇത് ഇൻഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നത് നിന്നോട് എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോഴത്തേനും അപ്പൊ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചത് ദൈവം അറിഞ്ഞ് എനിക്ക് തരുന്നതാണെന്നുള്ളത് ആ വിശ്വാസമായി. അപ്പം മിനിസ്ട്രി എന്ന് പറഞ്ഞത് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ലാസ്റ്റ് അവള് റിസൈൻ ചെയ്യുമ്പോൾ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് അങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമില്ല, അതങ്ങ് കടന്നുപോയി, അതങ്ങനെ കടന്നുപോയി. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് 2015 എനിക്ക് കുവൈറ്റിൽ വെച്ച് ഞങ്ങള് തേഴ്സ്ഡേ ഈവനിങ്ങിൽ ഒരു പ്രേയറിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് മോൻ എന്ന എക്സ്ട്രാ ക്ലാസ് ഉള്ളതുകൊണ്ട് മോൻ വന്നില്ല. ഞാനും മോളും ഹസ്ബൻഡും കൂടെ പ്രേയർ കഴിഞ്ഞ് തിരിച്ച് രാത്രി 9:30 തിരിച്ചു വരുന്ന വഴിക്ക് ഹൈവേയിൽ വെച്ച് ഞങ്ങള് 120 സ്പീഡില് ഞങ്ങൾ ഫസ്റ്റ് ട്രാക്കിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ആ സമയം ഫ്രണ്ട് സൈഡില് റൈറ്റ് സൈഡിലായിട്ട് എന്റെ വീലിന്റെ അവിടെ ആയിട്ട് ഒരു സ്പോർട്സ് കാർ വന്ന് അതിസ്പീഡിൽ വന്നിടിച്ച് ഈ ടയർ പൊട്ടിപ്പോയിട്ട് കാറ് ടേൺ ഓവറായി അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ചായിരുന്നു ഇത് ടേൺ ഓവറായി അപ്സൈഡ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പല വണ്ടികളിൽ ചെന്ന് ഇടിച്ച് നിരങ്ങി താഴെ ബ്രിഡ്ജിന്റെ താഴെ വരെ വന്നു. ഞങ്ങളന്നേരപ്പം ഏതോ ഒരു കൂരിരുട്ടിനകത്തൂടെ പോകുന്ന ഒരു അനുഭവം. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് ഞങ്ങളോടത്ത് ഇനി ജീവിച്ചിരിക്കത്തില്ല, മരണത്തെ മുഖാമുഖം കണ്ട ഒരു അനുഭവമായിരുന്നു. അങ്ങനെ പുറത്തു വന്നപ്പോഴത്തേനും താഴെ വന്ന് വണ്ടി നിന്നപ്പോഴത്തേനും ചുറ്റുപാടും ഭയങ്കര ശബ്ദം കേൾക്കുക, ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നു, പോലീസ് വണ്ടി കേൾക്കുന്നു, ആൾക്കാരെല്ലാം ഓടി വരുന്നു. പെട്ടെന്ന് അവർക്ക് തുറക്കാൻ പറ്റത്തില്ല, ഡോറെല്ലാം ജാമായി പോയി, എയർ ബാഗ് എല്ലാം കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു കൈ എനിക്ക് എടുക്കാനേ പറ്റുന്നില്ല. നോക്കിയപ്പോ എന്റെ ഒരു കൈ ഈ വണ്ടിയുടെ വിൻഡോയിൽ കൂടെ പുറത്തു പോയി റോഡിൽ കൂടെ കിടന്ന് നിരങ്ങി ഈ ഒരു ടെൻഡൻ മുഴുവൻ കട്ടായി പോയി. ഞാൻ പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ നോക്കി ഹസ്ബൻഡിനെ നോക്കി. അവർ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. എന്റെ റൈറ്റ് കയ്യിൽ മാത്രം ഒരു ഇങ്ങനെ ബ്ലഡ് വന്നിരിപ്പുണ്ട്. നോക്കിയപ്പോ ഇങ്ങനെ കുറെ മണ്ണും മണലും എല്ലാം കൂടെ പറ്റി പിടിച്ചിരിക്കുക. പെട്ടെന്ന് ആംബുലൻസ് വന്നു, എന്നെ കൊണ്ടുപോയി. പക്ഷെ ആ വണ്ടി പിറ്റേ ദിവസം കണ്ടവര്, അതിലെ കൂടെ കടന്നു പോയവരെല്ലാം ചിന്തിച്ച വണ്ടിയിലുള്ളവരെല്ലാം മരിച്ചുപോയെന്നാ വിചാരിച്ചത്. പക്ഷെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിട്ട് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ ആ വലിയ ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇന്നേക്ക് ഈ 10 വർഷം മുന്നാണ് അത് സംഭവിച്ചത്. അവിടെ നിന്ന് ദൈവം ആരോഗ്യത്തോടെ ഞങ്ങളെ ഇപ്പോഴും നിലനിർത്തുന്നു. അങ്ങനെ 2015 ആ സംഭവത്തിന് ശേഷം മോള് 2017 അവൾക്ക് നാട്ടിൽ പഠിക്കണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയി 9th സ്റ്റാൻഡേർഡിൽ തിരുവല്ല ബിലീവേഴ്സ് സ്കൂളിൽ കൊണ്ടുവന്ന് അവളെ ചേർത്തു. 2018 മോൻ +2 പാസ്സാകുക. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഏതായാലും രണ്ടുപേരും നാട്ടിൽ പോവുക, വേണമെങ്കിൽ നീയും കൂടെ റിസൈൻ ചെയ്ത് പൊക്കോ, അവർക്ക് പിള്ളേരെ നോക്കാനും കാര്യങ്ങളൊക്കെ നടത്താനുമായിട്ട് വേണമെങ്കിൽ പൊക്കോ. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം തന്ന ജോലി നമ്മുടെ മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയുടെ പുറത്ത് ഉപേക്ഷിച്ചിട്ട് പോകണമെന്നോർത്ത് ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം ദൈവത്തോട് ആലോചന ചോദിച്ച്, അപ്പൊ ഞാൻ ആ സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാ. ഞാൻ RCCയിൽ വീണ്ടും ജോലിക്കായിട്ട് കയറുക. പക്ഷെ ഞാനൊരു യൂണിഫോം ഒന്നും ഞാൻ കാണുന്നില്ല. ജോലിക്കായിട്ട് കയറുക, അവിടെ ചെന്നിട്ട് ഞാനൊരു മരുന്ന്, ഒരു ടാക്സോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് ഞാൻ അവിടെ ഒരു ബെഡ് സൈഡിൽ പോയിട്ട് ആ ബെഡിന്റെ സൈഡിലിരിക്കുന്ന സ്റ്റാൻഡ് വളരെ പൊക്കമുള്ളതായതുകൊണ്ട് ആ സ്റ്റാൻഡിൽ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ബെഡിന്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് ഇത് സ്റ്റാൻഡിൽ തൂക്കുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കാണും. അപ്പൊ എനിക്ക് സന്തോഷമായി, എനിക്ക് ഇവിടുന്ന് പോയാലും വീണ്ടും എനിക്ക് RCC ജോലി കിട്ടും, അപ്പൊ ദൈവം എന്നോട് പൊക്കോളാൻ പറഞ്ഞു എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി. ആ സമയത്ത് തന്നെയാണ് എന്നോടൊരു ദൈവദാസൻ ദൂത് പറയുന്നുണ്ട്, നിനക്ക്
നീ വിശ്വാസത്തോടു കൂടി പാട്ട് എഴുതിക്കോ, നിനക്ക് പാട്ട് എഴുതാൻ ദൈവം കൃപ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനതൊന്നും ഏറ്റെടുത്തില്ല. കാരണം എനിക്ക് പാട്ട് എഴുതാൻ പോയിട്ട് എനിക്ക് 2 വരി ലൈൻ എഴുതാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് 2018 ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി. 2018 റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി. തിരുവല്ലായിൽ 2 വർഷം താമസിച്ചു. ആ സമയത്ത് എന്റെ ഫാദർ ഇൻ ലോ മരിച്ചു. അപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ 2019 തിരിച്ചു വന്നു. 2019 തിരിച്ചു വന്ന് അവിടെ താമസമാക്കി, ട്രിവാൻഡ്രത്ത് താമസമാക്കി. മോളെ അവിടെ ക്രൈസ്റ്റ് നഗറിൽ കൊണ്ട് +1 ചേർത്തു. മോൾ അവിടെ പഠിക്കാനും തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഈ കൊറോണ സമയത്ത് ഒഴിച്ച് ബാക്കി സമയങ്ങളിലെല്ലാം 6 months കൂടുമ്പം ഇങ്ങനെ പോയി വരുന്നുണ്ടായിരുന്നു, കുവൈറ്റിൽ പോയി വരുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഇത്രയും നാളായി, ഇനി നമുക്ക് നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാം, 2024 ആകുമ്പോഴത്തേനും തിരിച്ചു പോരണം എന്നുള്ള ആ ഗ്യാരണ്ടിയിൽ ഹസ്ബൻഡ് എഗ്രി ചെയ്തു. അങ്ങനെ പോരാന്നത് വിചാരിച്ച് അങ്ങനെ ഞാൻ 2023 ഇവിടെ വന്നു. 2023 ഒരു എന്റെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് 23 ഇയറിന്റെ സമയത്ത് ഞാനിങ്ങനെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങളുടെ ചർച്ചിൽ നടക്കുക, കുവൈറ്റ് ചർച്ചിൽ നടക്കുക. അപ്പൊ ഒത്തിരി ദൈവദാസന്മാര് സൂം മീറ്റിംഗിൽ വന്നിട്ട് എന്നോട് ദൂത് പറയാൻ തുടങ്ങി. പലരും ദൈവദാസന്മാരും ഒക്കെ എന്നെ നോക്കിയിട്ട് ദൂത് പറയുന്നുണ്ട്. ഏത് മീറ്റിങ്ങിന് വന്നാലും എന്നെ നോക്കി ദൂത് പറയും. അവർ പറയുന്നത് ഞാനൊരു കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നു, പക്ഷെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു വരും, ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്നു. നീ കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും മുള്ളുകൾക്കിടയിലെ താമരയെ പോലെ കർത്താവ് നിന്നെ പരിപാലിക്കുന്നു, ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ദൂതുകൾ ഞാൻ കേട്ടു. അപ്പൊ ഇത് ഏറ്റെടുത്തു എങ്കിലും ഞാൻ ചിന്തിക്കുന്നില്ല എന്താ എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എപ്പോഴും എന്റെ ഹൃദയത്തിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസം ഉള്ളതെന്ന് വെച്ചാൽ, കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്ത് പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും അതിനെ മറികടക്കാൻ എന്റെ കർത്താവ് എനിക്ക് കൃപ തരും. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള ദൈവം അറിയാതെ തലയിലെ ഒരു മുടി പോലും പൊഴികയില്ല എന്നുള്ള ആ ഒരു വിശ്വാസം എന്നെ ഭരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു തരത്തിലും എന്റെ ഹൃദയത്തെ അലോസരപ്പെടുത്തുവാനായിട്ട് ഈ ദൂതുകൾക്കൊന്നും സാധിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അടിസ്ഥാനപ്പെട്ട ദൈവത്തെ വിശ്വസിച്ച് കർത്താവ് അറിയാവുന്ന സംഭവിക്കുകയല്ലോ. അങ്ങനെ 2023 കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ആ 24 ജൂണിലും ജൂലൈയിലും വീണ്ടും ഞാൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ വീണ്ടും ഞാൻ ദൂതുകൾ കേൾക്കുക. ഇങ്ങനെ എന്നോടുള്ള ദൂത് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കൊരു ശോധന കടന്നു വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പക്ഷെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ഏത് ശോധനയാണെങ്കിലും കർത്താവ് എന്നെ അതിൽ കൂടെ കടത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, തിന്മയായിട്ടൊന്നും കർത്താവ് ചെയ്യത്തില്ല. ഏത് തിന്മയായിട്ട് വന്നാലും അതിനെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്നുള്ള അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ആ സെപ്റ്റംബർ മാസം 25-ാം തീയതി എനിക്ക് ഏകദേശം 2 ആഴ്ചയായിട്ട് എന്റെ വയറിന് ചെറിയൊരു പ്രയാസമുണ്ട്. എനിക്ക് കുനിയാനും നൂരാനും ഒക്കെ ഇച്ചിരി പ്രയാസം. അല്ലാതെ എനിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ എനിക്ക് വയറിനെന്തോ ഒരു പ്രയാസം. അങ്ങനെ എന്നാൽ ഒരു അൾട്രാസൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേന് അവർ പറയുന്ന ഫൈൻഡിങ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ ഏതോ രോഗിയുടെ അൾട്രാസൗണ്ടിന്റെ ഫൈൻഡിങ് അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു. പക്ഷെ റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ പറഞ്ഞ ഫൈൻഡിങ് എനിക്കുള്ളതായിരുന്നു. ഞാനത് റീഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം 17 വർഷം ക്യാൻസർ ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ജോലി ചെയ്ത ആ ഒരു അൾട്രാസൗണ്ടിന്റെ റിപ്പോർട്ട് വായിക്കുമ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, കാര്യം നമ്മൾ വിചാരിച്ച പോലല്ല, പെട്ടെന്ന് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പിറ്റേ ദിവസം ഹസ്ബൻഡ് വന്നു. ഏതായാലും ദൈവത്തിന്റെ ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ RCCയിൽ പോയി ഫയൽ ഓപ്പൺ ചെയ്യുവാൻ കാരണമായി. കാരണം ആ ഡോക്ടറിന്റെ ഇതിന്റെ അൾട്രാസൗണ്ട് ഫൈൻഡിങ് അനുസരിച്ച് അവർക്ക് ക്യാൻസർ ആണെന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി RCC പോയി ഫയൽ ഓപ്പൺ ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോഴത്തേനും അപ്പൊ ഞാൻ ഓൾറെഡി MRI റിപ്പോർട്ടുമായിട്ടാണ് പോകുന്നത്. ആ MRI റിപ്പോർട്ടിനകത്ത് എനിക്ക്
ഒരു മീഡിയാസ്റ്റിനൽ ട്യൂമർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഡയഗ്നോസിസ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ എൻഡിലായിട്ട് നമ്മുടെ മീഡിയാസ്റ്റിനത്തിന്റെ അവിടെയായിട്ട് ഒരു ട്യൂമർ. ആ ട്യൂമറിനെ കുറിച്ച് അവർ വിവരിച്ചിരിക്കുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ്. അത് സർജറി ചെയ്താൽ പ്രോപ്പർ ആയിട്ട് അവർക്ക് സർജിക്കൽ റിമൂവൽ പറ്റത്തുമില്ല. കീമോതെറാപ്പി ചെയ്താൽ അത് കീമോതെറാപ്പിക്ക് റെസ്പോണ്ട് ചെയ്യത്തുമില്ല. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂമറാണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേനും വളരെ പ്രയാസമായി. കാരണം നമുക്ക് ട്രീറ്റ്മെന്റിൽ കൂടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ട്യൂമർ. ദൈവത്തിനല്ലാതെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും വളരെ പ്രയാസപ്പെട്ടു, ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര ഡിപ്രസ്ഡ് ആയി. പക്ഷെ എനിക്ക് ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നു, കർത്താവ് അറിയാവുന്ന സംഭവിക്കില്ല. ആ ഒരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ട്രിവാൻഡ്രത്തെ ജയോത്സവം വർഷിപ്പ് സെന്ററിൽ അവിടെ ഒരു കൺവെൻഷൻ നടക്കുക, 3 days കൺവെൻഷൻ നടക്കുക. അപ്പൊ ഞാൻ തലേ ദിവസവും പോയി ഈ MRI റിപ്പോർട്ട് കിട്ടിയതിന്റെ അന്ന് വൈകിട്ടും ഞാൻ പോവുക, ഞാൻ വിശ്വാസത്തോടു കൂടി പോവുക. ആ പ്രാർത്ഥന, ആ ആരാധനയില് പാസ്റ്റർ PC ചെറിയാനാണ് അവിടെ അന്ന് വചന ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ആ വചന ശുശ്രൂഷയുടെ സമയത്ത് പാസ്റ്റർ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. ക്രൂശ് മരണത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ തിരുമുറിവുകളെ കുറിച്ചും അവിടുന്ന് കർത്താവ് സംസാരിച്ച അവസാന വാക്കുകളെ കുറിച്ചും ഒക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ വചനം ഞാൻ വളരെ ശക്തമായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം സൺഡേ എനിക്ക് ഒരു CT സ്കാൻ ചെയ്യണമെന്ന് RCCയിലെ ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ CT സ്കാനിന് കടന്നുപോയി, CT സ്കാൻ ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം CT സ്കാനിന്റെ റിപ്പോർട്ട് വന്നപ്പോഴത്തേനും വളരെ അതിശയകരമായിട്ട് ഈ മീഡിയാസ്റ്റിനൽ ട്യൂമർ അവിടെ ഇല്ല. ആ മീഡിയാസ്റ്റിനൽ ട്യൂമറിനെ ദൈവം സൗഖ്യമാക്കി. കാരണം മനുഷ്യന് പൂർണ്ണമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ ദൈവം അത് എടുത്തു മാറ്റി. അതിന് പകരമായിട്ട് എനിക്ക് എന്റെ ഓവറിക്കകത്ത് ചെറിയൊരു ട്യൂമർ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കുവാൻ കാരണമായി. ആ റിപ്പോർട്ടും കൊണ്ട് ഞാൻ RCC ചെന്നപ്പോഴത്തേനും ഡോക്ടർമാർക്കൊക്കെ ആശ്വാസമായി. ഒന്നുമില്ല, ട്രീറ്റ് ചെയ്യാമല്ലോ. കാരണം ആ മീഡിയാസ്റ്റിനൽ ട്യൂമർ ആയിരുന്നേ അത് വളരെ കോംപ്ലിക്കേറ്റഡ്. അത് അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ് എനിക്ക് എൻ്റെ ഫ്ലൂയിഡ് സൈറ്റോളജി ചെയ്ത് പെട്ടെന്ന് തന്നെ കീമോതെറാപ്പി കൊടുക്കാന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ഫസ്റ്റ് കീമോതെറാപ്പി ഒക്ടോബർ മാസം 7-ാം തീയതി RCCയിൽ എടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. RCC ചെന്ന കട്ടിലിൽ ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ആ സിസ്റ്റർ ഈ ടാക്സോൾ എന്ന് പറയുന്ന മരുന്നുമായിട്ട് എൻ്റെ അടുക്ക വന്ന് നീളമുള്ള ഒരു സ്റ്റാൻഡാ. ആ സ്റ്റാൻഡില് ആ സിസ്റ്റർ ബന്ധപ്പെട്ട് ഈ ടാക്സോൾ ഇടുക. ടാക്സോൾ ഇട്ടപ്പോ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മ വന്നു, ഞാൻ അന്ന് കണ്ട സ്വപ്നം. ഈ ടാക്സോൾ എന്ന് പറയുന്ന മരുന്ന് ഞാൻ RCC പോയി കട്ടിലിന്റെ പുറത്ത് കയറി ആ സ്റ്റാൻഡിൽ ഇടുന്ന ആ സ്വപ്നം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുക, നീ അന്ന് കണ്ട സ്വപ്നമായത്. നീ ഈ കട്ടിലെ കയറുന്ന ഞാൻ നിന്നെ കാണിച്ച, നീ ഇവിടെ ജോലി ചെയ്യുന്നല്ല, നീ ഈ കട്ടിലെ കയറുന്നല്ല. അപ്പൊ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദൈവം എത്ര ക്രമീകരിക്കപ്പെട്ട രീതിയിലാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ദൈവം നടത്തിക്കൊണ്ടു പോകുന്നത്. ദൈവം മുന്നമേ കണ്ടതാ ഞാൻ ഈ കട്ടിലില് ഈ രോഗിയായിട്ട് ഈ മെഡിസിൻ എടുക്കൂ എന്നുള്ള ദൈവം മുന്നമേ കണ്ടതുവാ, എന്നെ അറിയിച്ചതുവാ. അതാണ് എനിക്ക് അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് വരാൻ കാരണമായതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായപ്പോഴത്തേനും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കാരണം കർത്താവ് അറിഞ്ഞാ ഇത് വന്നിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് കീമോതെറാപ്പി എടുത്ത് വീട്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ കുവൈറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അറിയുന്നത് ഞാൻ രോഗിയാണ്, ഞാനിങ്ങനെ ഫസ്റ്റ് കീമോ എടുത്തു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിന്ന് ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും എൻ്റെ കൂടെയുള്ള കൊളീഗ്സും എല്ലാം എന്നെ വിളിക്കാൻ തുടങ്ങി. എന്തിനാ അറിയാത്തടത്ത് പോയി കീമോതെറാപ്പി എടുക്കുന്നത്? ഇവിടെ ഇത്രയും നാള് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇത്രയും അറിയാവുന്നവരൊക്കെ ഉണ്ടായിട്ട് എന്തിനാ അവിടെ കീമോതെറാപ്പി എടുക്കുന്നത്? ഇങ്ങനെ പോരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് ആലോചിച്ചപ്പോ ശരിയാണ്, തിരിച്ച് നമ്മള് ഇത്രയും നാള് വർക്ക് ചെയ്ത പരിചയമുള്ള ഡോക്ടേഴ്സ് ആകുമ്പോഴത്തേനും ഒന്നുകൂടെ നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു കൺസിഡറേഷൻ ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് എന്നാ പോരാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒക്ടോബർ മാസം ഇവിടെ കടന്നു വന്നു, 19-ാം തീയതി കടന്നു വന്നു. അന്ന് തന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി ഫയലൊക്കെ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഞാൻ 19-ാം തീയതി കടന്നു വന്നു. 20-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്
വിളിച്ചിട്ട് പറഞ്ഞു, US നിന്ന് 2 സുവിശേഷന്മാർ വന്നിട്ടുണ്ട്, അവരെ കൊണ്ടുവരട്ടെ, വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഇങ്ങനെ വൈഫ് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പം അതിന്റെ പിറ്റേ ദിവസം 2 പേര് കടന്നു വരിക. അപ്പൊ ഈ കടന്നു വരുന്നത് ഈ അസാദി ചാനലിനകത്ത് തന്നെ പണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു പാസ്റ്റർ ബാബു ജോസഫും സിസ്റ്റർ എൽസി ജോസഫും ആ കടന്നു വരുന്നത്. അമേരിക്കയിൽ നിന്ന് അവര് മെക്സിക്കോയിൽ നിന്ന് അവർ കടന്നു വരിക. അവര് ശരിക്കും ഇറാഖിന് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ അവര് വന്നപ്പോഴത്തേനും എയർപോർട്ടിൽ വന്നപ്പോൾ അവർക്ക് ഇറാഖിന് ഇറങ്ങാനുള്ള എക്സിറ്റ് കിട്ടിയില്ല. അതിന് പകരമായിട്ട് അവരുടെ ആ ജേർണി പ്ലാനിനകത്ത് ഇല്ലാത്ത കുവൈറ്റിൽ ഇറങ്ങണമെന്നുള്ള ഒരു താല്പര്യപ്രകാരം അവർ കുവൈറ്റിൽ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ട് വരുന്നത് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അങ്ങനെയാണ് അവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവരിവിടെ കടന്നു വന്നപ്പോഴത്തേനും അവരിങ്ങനെ എന്നോട് ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കലും കുവൈറ്റ് വരണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചല്ല, പക്ഷെ ഇങ്ങനെ വരണമെന്നും സിസ്റ്റിനെ മീറ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ ദൈവഹിതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രേരണ കിട്ടി വന്നതാണെന്ന് പറഞ്ഞു, ഇവിടെ ഇറങ്ങണമെന്നുള്ള ഒരു പ്രേരണ കിട്ടി വന്നതാണ്. ഈ സിസ്റ്റർ വന്നപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, മോളെ നീ യാതൊരു കാരണവശാലും വിഷമിക്കണ്ട. ഞാനത് ഇച്ചിരി മാനസികമായിട്ട് ഇച്ചിരി നമ്മള് ഒരു എന്താ പറയുക തളർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, നീ യാതൊരു കാരണവശാലും വിഷമിക്കണ്ട, എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത് നിന്നെ ശക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സിസ്റ്ററിന് 19 വർഷമായിട്ട് ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതൽ കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 3 മാസമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അമേരിക്കയിലെ ഡോക്ടേഴ്സ് പറഞ്ഞ സ്ഥാനത്ത് ആ സിസ്റ്ററിന്റെ ശരീരത്തിൽ പല അവയവങ്ങളും ഇല്ല, അതെല്ലാം സർജറി ചെയ്ത് റിമൂവ് ചെയ്തിട്ട് സിസ്റ്റർ 19 വർഷമായിട്ട് ക്യാൻസർ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സിസ്റ്റർ വന്ന് എന്നെ ധൈര്യപ്പെടുത്തി വചനങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചൊക്കെ കടന്നു പോയപ്പോ എനിക്ക് ഒന്നുകൂടെ ബലമായി സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും എനിക്ക് ധൈര്യമായി. അപ്പൊ പിന്നെ എനിക്ക് പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് ഓർത്ത്. കാരണം ദൈവം അറിയാതെയല്ല, ദൈവം ഓരോന്നും അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ദൈവം ഓരോ വഴി കൂടെ എന്നെ ശക്തീകരിച്ച് ദിവസവും വചനം തന്നെ എന്നെ ശക്തീകരിച്ച ഇതിന്റെ പുറമെയാണ് നാട്ടിൽ നിന്നുള്ള ജയോത്സവം ചർച്ചിലെ പാസ്റ്ററും വൈഫും സഭാവിശ്വാസികളും, അതുപോലെ ഞാൻ ഈ കുവൈറ്റിലായിരിക്കുന്ന ബെഥൽ ഗോസ്പൽ ചർച്ചിലെ പാസ്റ്ററും വിശ്വാസികളും എല്ലാം എനിക്ക് വേണ്ടി പുറകിൽ നിന്ന്, അതുപോലെ നാട്ടിലുള്ള എന്നെ അറിയാവുന്ന പാസ്റ്റേഴ്സ് എല്ലാം, പ്രത്യേകിച്ച് തങ്കച്ചായൻ പാസ്റ്റർ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന എന്റെ പിതാവിന് തുല്യമായ ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററൊക്കെ എനിക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും എന്റെ വിടുതലിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നിൽക്കുക. അപ്പൊ ഇങ്ങനെ ദൈവമക്കളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നിൽക്കുമ്പോൾ എനിക്ക് ദിവസം ദിവസം ഭയങ്കര ധൈര്യവും ശക്തിയും ബലവും എല്ലാം ദൈവം തരാൻ തുടങ്ങി. എനിക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടവും ഇല്ല, വിഷമവും ഇല്ല. എന്നിട്ട് കീമോതെറാപ്പി ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അതിന്റെ വേദനയൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കും, ദൈവം ഞാനിതെങ്ങനെ സഹിക്കും, ഞാനിതൊക്കെ ഒരിക്കലും മറക്കത്തില്ലല്ലോ എന്ന്. പക്ഷെ കീമോ എല്ലാം കഴിഞ്ഞ മാർച്ചോടുകൂടി കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഞാൻ ആ കീമോതെറാപ്പിയെ കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ ആ സമയം അനുഭവിച്ച വേദനയൊന്നും ഇപ്പൊ ഞാൻ ഓർക്കുന്നേ ഇല്ല. അതെല്ലാം ദൈവം എന്നെ മറക്കുമാറാക്കി. ദൈവം എത്ര വിശ്വസ്തനാണ്. ഞാൻ ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോയിട്ട് കർത്താവ് എല്ലാം എനിക്കൊരു പോക്ക് വെയിലിൽ സമമാക്കി എന്റെ ദുഃഖത്തെയും എന്റെ സങ്കടത്തെയും എന്റെ വേദനയെല്ലാം മാറ്റി എനിക്ക് ധൈര്യവും ബലവും ശക്തിയെല്ലാം തന്നു. ഞാൻ എപ്പോഴും സന്തോഷത്തോടുകൂടി ഞാൻ ദൈവത്തെ ഓർക്കും. കർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി എന്നെ കടത്തിക്കൊണ്ട് പോയിട്ട് കർത്താവിന്റെ കരത്തിന്റെ ശക്തി എനിക്ക് അറിയാൻ പറ്റി. ആ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, ദൈവം ഓരോ സമയത്ത് മറ്റുള്ളവരോട് നമ്മളിപ്പോൾ നമ്മുടെ ഈ സാക്ഷ്യത്തിന്റെ ഓരോ ഘട്ടങ്ങളും വിവരിക്കുമ്പോൾ അവര് ചിന്തിക്കും ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, ഇതെല്ലാവരും കടന്നു പോകുന്നില്ല. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യം, നമ്മൾ അനുഭവിച്ചു പോകുന്ന ഓരോ ദിവസങ്ങളും അത് നമുക്ക് വലുതാ. അപ്പൊ അതിന് നമുക്ക് വിടുതൽ കിട്ടുന്ന, ആശ്വാസം കിട്ടുന്ന, ആ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി വലുതാണ്. അങ്ങനെ ഞാൻ ഇതിൽ കൂടെ കടന്നു പോവുക. അപ്പൊ ഞാൻ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യമൊക്കെ ഞാൻ ഓർത്തു. കാരണം കീമോതെറാപ്പി വരെ ഫ്രീ ആണ്. കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയിട്ട് 6 വർഷമായി. അപ്പൊ ഈ കീമോതെറാപ്പി കഴിയുന്നതിന് മുൻപായിട്ട് എനിക്ക് സർജറിയും ചെയ്യണം. അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ സർജറി നാട്ടിൽ പോയി ചെയ്യാമെന്ന് ചിന്തിച്ചു. കാരണം ഇവിടെ എനിക്ക് സർജറി ചെയ്യുന്നതിനോട് അത്ര ഒരു ഇതില്ലായിരുന്നു, അഭിപ്രായമില്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് നാട്ടിൽ പോയി സർജറി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവഹിതം എന്താണെങ്കിൽ അത് വെളിപ്പെട്ട് വരണം. ഞാൻ ഇവിടെ ആ സർജറി ചെയ്യുന്നെങ്കിൽ നീ അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു. ഞാൻ അതും ദൈവവചനത്തിൽ തന്നെ ആശ്രയിച്ചു.
വളരെ ശക്തമായിട്ട് ദൈവവചനം എന്നോട് ഇടപെട്ട് അങ്ങനെ ആ സർജറി ഡിസംബർ മാസത്തിൽ ഇവിടെ ചെയ്യുവാൻ ദൈവം സാഹചര്യം ഒരുക്കി. വളരെ അത്ഭുതകരമായിട്ട് ആ മേജർ സർജറി ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ 5th ഡേയിൽ തന്നെ ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. എല്ലാ കാര്യങ്ങളും വളരെ ക്രമീകരിക്കപ്പെട്ട രീതിയിൽ അതിനുള്ള ആൾക്കാരെയും സർജന്മാരെയും അനസ്തറ്റിസ്റ്റിനെയും ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടാത്ത കൺസിഡറേഷൻസ് മുഴുവൻ ദൈവം എനിക്ക് പല വ്യക്തികളിൽ കൂടെ ഒരുക്കി തന്നു. അപ്പൊ ഞാൻ ഈ സർജറി ഒക്കെ കഴിഞ്ഞു, കീമോതെറാപ്പിയും കംപ്ലീറ്റ് ആയി, ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യുക, നമുക്ക് നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആ മെഡിസിൻ വരുത്താം, ഇവിടുന്ന് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മെഡിസിൻ വരുത്താം, ഇവിടുന്ന് കിട്ടത്തില്ല, കാരണം നോൺ കുവൈറ്റ് ആണ്, റിസൈൻ ചെയ്ത് പോയ വ്യക്തിയാണ്, ഒരിക്കലും കിട്ടത്തില്ല, നമുക്ക് നാട്ടിൽ നിന്ന് വരുത്താം. ഞാൻ പറഞ്ഞു ശരി, എന്നാ നമുക്ക് നാട്ടിൽ നിന്ന് വരുത്തി നമുക്ക് ആ ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഫയല് കീമോതെറാപ്പിയുടെ കൂടെ ഈ ഫയല് കീമോതെറാപ്പി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയല് പ്രിപ്പയർ ആയി വന്നപ്പോഴത്തേനും എനിക്ക് ഈ പറഞ്ഞ മെഡിസിൻ എനിക്ക് പ്രിപ്പയർ ആയി വന്നിരിക്കുക. ഇപ്പൊ എല്ലാവർക്കും അത്ഭുതമായി ഈ മെഡിസിൻ എങ്ങനെ പ്രിപ്പയർ ആയി വന്നതെന്ന്. ഇവര് തമ്മി ചോദിച്ചു, നീ ആരെങ്കിലും പറഞ്ഞാണോ, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ, ആരെങ്കിലും വിളിച്ചു പറഞ്ഞു? ഇവര് പല വഴി കൂടെ അന്വേഷിച്ചു നോക്കിയിട്ടും ഈ മെഡിസിൻ ആരാ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞെന്ന് അറിയത്തില്ല. മെഡിസിൻ പ്രിപ്പയർ ചെയ്തു. അവസാനം പറഞ്ഞു കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, മെഡിസിൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇന്ന് വരെ, ഇന്ന് ഞാൻ 10ാമത്തെ ഡോസ് എടുത്തു ഈ ആഴ്ചയില്. ഈ 10 ഡോസും എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് ഓരോ പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് കിട്ടുന്നുണ്ട്. ആ ഒരു ടാബ്ലറ്റ് ആണെങ്കിലും അത് കിട്ടുകയല്ലെന്ന് പറഞ്ഞു, ആ ടാബ്ലറ്റും അതും എനിക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്, ലക്ഷങ്ങളാണ് വില. നമ്മുടെ നാട്ടിൽ ആ ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, US-ലും UK-ലും ഒക്കെ ഉള്ളൂ. എന്താണെങ്കിലും എനിക്ക് വളരെ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് അത് ഒരുക്കുന്നുണ്ട്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയത്തില്ല. ദൈവം, ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുൻപായിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ അന്യ നാട്ടിൽ പോവുക, അവിടെ ചില കരങ്ങളെ എനിക്ക് അനുകൂലമാക്കണം, ചില ഹൃദയങ്ങളെ എനിക്ക് അനുകൂലമാക്കി തരണം എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കർത്താവ് നമ്മളെ ഒരു പരീക്ഷയിൽ കൂടി കടത്തി വിടുമ്പോൾ അതിന്റെ പോക്ക് വഴികളും കൂടെ ഒരുക്കിയിട്ടാണ് നമ്മളെ ദൈവം കടത്തി വിടുന്നത്. അപ്പൊ ഞാനാ ചിന്തിച്ചത്, അയ്യോ ഇത് എവിടുന്ന് വാങ്ങിക്കും, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരണോ എന്നൊക്കെ ഞാനാ ചിന്തിച്ചത്. പക്ഷെ കർത്താവ് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എന്നെ ഇതിനകത്തൂടെ കടത്തി വിടുന്നത്. ഞാൻ അതിന് വിധേയപ്പെട്ടൊന്ന് പോയി കൊടുത്താൽ മാത്രം മതി, കർത്താവിനെ ഉപയോഗിക്കണം എന്നെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വിധേയപ്പെട്ടൊന്ന് പോകണമെന്നുള്ളത് മാത്രമേ കർത്താവിന് താല്പര്യമുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാനിപ്പോ വളരെ കൂളായിട്ടാണ് ഓരോ ദിവസവും പോകുന്നത്. കാരണം കർത്താവ് കഥ കടക്കാതിരുന്നാല് ആർക്കും അതിനെ പിന്നീട് അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് മുന്നേ കടന്നു എന്ന് നമ്മുടെ മുന്നിൽ വാതിൽ അടയാതിരിക്കേണ്ടതിന് കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാതിലിനെ പിന്നെ നമ്മുടെ മുന്നിൽ തുറന്നതായിട്ട് തന്നെ കിടക്കും. നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മൾ വിശ്വസിച്ചാൽ മതി. നമുക്ക് തന്ന രോഗസൗഖ്യം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേനുമാണ് അത് നമുക്ക് സൗഖ്യമായിട്ട് പരിണമിക്കുന്നത്. ആ ഗർഭാവസ്ഥയിലെ മുടന്തനായ വ്യക്തിയെ പൗലോസ് സൗഖ്യമാക്കുവാൻ ചെന്നപ്പോൾ അവനില് സൗഖ്യം വരാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കണ്ടപ്പോഴത്തേനും അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ, സൗഖ്യമാകുവാൻ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും ദൈവം പിടിപ്പിക്കും. നമുക്ക് ആ ഒരു വിശ്വാസം മാത്രം മതി. സൗഖ്യദായകനായ ഒരു കർത്താവുണ്ട്. കാരണം അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്ന് നമ്മുടെ വേദനകളെ വഹിച്ച് അവന്റെ അടിപ്പിണരുകളുടെ സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നു. ആ സൗഖ്യം നമ്മൾ ഏറ്റെടുത്താൽ പൂർണ്ണമായ സൗഖ്യം നമ്മുടെ മേൽ വ്യാപരിക്കും. അങ്ങനെ എന്റെ കീമോതെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. ശാരീരികമായിട്ടുള്ള കുറച്ച് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചു പോകാനുള്ള കൃപ ദൈവം എനിക്ക് തരുന്നുണ്ട്. അങ്ങനെ 2022 എനിക്ക് ഒരു ദൈവദാസൻ പറഞ്ഞില്ലേ, എനിക്ക് പാട്ട് എഴുതാൻ ദൈവം കൃപ തരുന്നുണ്ട്, എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2022 എനിക്കൊരു പാട്ട് എഴുതണമെന്ന് തോന്നി, ഒരു പാട്ട് എഴുതി റിലീസ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ഇപ്പം ദൈവം എല്ലാ ദിവസങ്ങളിലും എനിക്ക് ചില കൃപകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല, എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്ക് അനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങളൊക്കെ തക്ക സമയത്ത് നിവർത്തീകരിക്കും. അത് നമ്മൾ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുക. ദൈവം ഇനിയും എന്നെ ഉപയോഗിക്കും, അനേകരുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിർത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ സഹോദരങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് ഇതിൽ നന്നായിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ വളരെ, ഞാൻ ഇങ്ങനെ വിഷമത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർക്കൊക്കെ വളരെ വിഷമമായിരുന്നു. പക്ഷെ എൻ്റെ വിശ്വാസവും എൻ്റെ ആ
പ്രത്യേകമായിട്ട് കാരണമായി തീർന്നു. എന്റെ മദറിൻലോയും എന്റെ മദറും ഒക്കെ വളരെ ഭാരത്തിലായിരുന്നു. പക്ഷെ അവര് എപ്പോഴും പറയും, നിന്റെ ചിരിക്കുന്ന മുഖവും നിന്റെ വിശ്വാസവും കണ്ടിട്ട് ഞങ്ങൾക്കിപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, നീ പൂർണ്ണമായിട്ട് ഇതിൽ പുറത്ത് വന്നെന്ന് തന്നെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് എന്ന് എപ്പോഴും എന്നോട് പറയും. അങ്ങനെ വളരെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് എനിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഞാൻ ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയ ആ ട്രീറ്റ്മെന്റിന്റെ സമയം 6 മാസം ഞാൻ ഈ കുവൈത്തിൽ വന്നിട്ട് ഒരു ആഹാരം പോലും കുക്ക് ചെയ്തിട്ടില്ല. എന്റെ ഫ്രണ്ട്സും എന്റെ സഭാവിശ്വാസികളും ഒക്കെയാണ് എനിക്ക് വേണ്ടുന്ന ആഹാരവും എനിക്ക് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും അവരാണ് ഒരുക്കി തന്നത്. ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എല്ലാ സഹായവും ശുശ്രൂഷയൊക്കെ ചെയ്ത സൈഡിൽ വന്നിരിക്കുന്നത്, ബൈസ്റ്റാൻഡർ ആയിട്ട് വന്നിരുന്നത്. ഫാസ്റ്റ് ആണെങ്കിൽ എനിക്ക് വേണ്ടുന്ന ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും വന്ന് അടുത്തിരിക്കുന്നത്. അതുപോലെ എന്റെ പ്രിയ സുഹൃത്താണെങ്കിലും ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കൂടെ വന്ന് ശുശ്രൂഷിക്കുവാനും എന്നെ സഹായിക്കുവാനും ഒക്കെ ദൈവ സാഹചര്യം ഒരുക്കി. അതുപോലെ എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ കോവർക്കേഴ്സ്, എന്റെ കൂടെ ജോലി ചെയ്ത ഡോക്ടേഴ്സ്, അവരെല്ലാം വളരെ അവരുടെയൊക്കെ ആ സന്തോഷത്തോടു കൂടിയുള്ള ശുശ്രൂഷയൊക്കെ അനുഭവിക്കാൻ കർത്താവ് എന്നെ സഹായം ചെയ്തു. ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു, യാതൊന്നും എനിക്ക് യോഗ്യതയില്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹം എപ്പോഴും സ്വാന്തനിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുതുന്ന ഒരു കരങ്ങള് ഞാൻ എന്റെ തുടക്ക സമയത്ത് തൊട്ട് ഈ നിമിഷം വരെയും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നും. പക്ഷെ ആ ഓരോ സാഹചര്യത്തെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര വിലപ്പെട്ട ഓരോ സഹായങ്ങളായിരുന്നു. അതൊക്കെ ആ തക്ക സമയത്ത് ദൈവം തരുവാൻ കാരണമായി തീർന്നു. നമ്മളെ അമ്മയുടെ ഗർഭാവസ്ഥയിൽ നിന്ന് കർത്താവ് വേർതിരിച്ചെടുത്തതാന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം നമ്മളെ തെരഞ്ഞെടുക്കുന്ന ആ സമയം തൊട്ടെയാണ്. പക്ഷെ നമ്മളത് വിശ്വാസമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് പരിണമിച്ച് നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന സമയം തൊട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. നമ്മളെ എല്ലാവരെയും ദൈവം തെരഞ്ഞെടുക്കുന്ന, പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് അത് ഏറ്റെടുക്കണം. എന്നെ തെരഞ്ഞെടുത്തതാണ്, എന്നെ ദൈവം വിളിച്ചതാണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് വിശ്വാസമായിട്ട് അത് പരിണമിച്ച് കർത്താവിന്റെ വചനം അത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. ക്രിസ്തു ജീവിപ്പിക്കുന്ന ദൈവം, മരിച്ചവരുടെ ദൈവമല്ല ക്രിസ്തു, ജീവിപ്പിക്കുന്നവരുടെ ദൈവം, ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മളെ ജീവിപ്പിക്കും. നമ്മൾ ആ ജീവനുള്ള കർത്താവിന്റെ മുഖത്തേക്ക് പ്രത്യാശയോടുകൂടി നോക്കിയാൽ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. കർത്താവ് നമ്മളെ കരം പിടിച്ചു നടത്തും. ഏത് പ്രതിസന്ധിക്കകത്ത് മറ്റുള്ളവർ എന്തും പറയട്ടെ, എന്ത് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും പറയട്ടെ, അവർ പറയുമായിരിക്കും, പലതും പറയും, ഇത് കൊണ്ട് തീർന്നു പോകും എന്നൊക്കെ അവർ പറയും. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ട്. ആ വാഗ്ദത്തത്തെ നോക്കി നമ്മൾ നടക്കുകയാണെങ്കിൽ, ആ വിശ്വാസത്തോടുകൂടി നടക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം അധികാരത്തോടു കൂടി ചെയ്യുവാൻ നമ്മളെ ഉണർത്തും എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്. ഇത്രയും സമയം എനിക്ക് എന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാനായിട്ട് കർത്താവ് എനിക്ക് ഒരു മുഖാന്തരം ഒരുക്കി. ആസാദി ചാനലിൽ കൂടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഫിന്നി പാസ്റ്ററിനോടും സാൻഡി സിസ്റ്ററിനോടുമുള്ള എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിൽ തന്നത് ഓർത്ത് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യാണ്. കർത്താവ് എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ ആലോചന എനിക്ക് വന്നിട്ടുണ്ട്. നിന്നെ ഒരു സാക്ഷിയായിട്ട് നിർത്തും എന്നൊക്കെ പല ആലോചനകളും കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സാക്ഷ്യം എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും എന്നിലേക്ക് തന്നെ ഒതുങ്ങിയിരുന്ന ഒരു വ്യക്തിയാ. സാക്ഷ്യം പറയാനൊക്കെ ഇച്ചിരി മടിയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് ഇന്ന് എന്നെ എല്ലാവരുടെയും മുന്നിൽ കർത്താവ് ചെയ്ത നന്മകളെ കുറിച്ച് വർണ്ണിക്കുവാനായിട്ട് ഒരു സാക്ഷിയായിട്ട് നിർത്തിയിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എല്ലാ മുഖാന്തരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സിസ്റ്ററെ, ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റുകയാണ്. അത് എങ്ങനാണെങ്കിലും, ഇപ്പം സിസ്റ്റർ പറഞ്ഞു ഒരു തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ആ തീച്ചുളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ പുഞ്ചിരിയോടുകൂടെ നടക്കുമ്പോൾ അതൊരു സാക്ഷ്യമായി മാറുന്നു. രോഗം വരാതിരിക്കുന്നതും സാക്ഷ്യം, രോഗം വന്നിട്ട് അതിനകത്ത് അതിജീവിക്കുന്നതും സാക്ഷ്യം. കർത്താവ് നേരത്തെ തന്നെ ആ ഒരു ദർശനം കാണിച്ചു. RCCയുടെ ആ കട്ടിലിൽ കയറുന്ന ഒരു ദർശനം കാണിച്ചു. അപ്പോൾ അറിയാതെന്നോ, കർത്താവ് അറിയാതെന്നോ അല്ല. അപ്പം കർത്താവിനത് മാറ്റാൻ പറ്റത്തില്ലേ? കർത്താവിന് മാറ്റാൻ പറ്റാത്തത് കൊണ്ടല്ല.
ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ സഭകളോട് ദൂത് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 10 ദിവസം നിനക്ക് പരീക്ഷ ഉണ്ടാകും. അപ്പോൾ നേരത്തെ കർത്താവ് പറയുക, നീ ഒരു പരീക്ഷയിലൂടെ കടന്നു പോകും. എല്ലാ ജീവിതാനുഭവങ്ങളിലും കർത്താവിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ, ഞാനിങ്ങനെ കർത്താവിനോട് പകുതി കാര്യമായിട്ടും പകുതി തമാശയായിട്ടും പറയും, കർത്താവേ അപ്പോൾ ഒരു സാക്ഷ്യം ഉണ്ടാക്കാൻ പോവുക അല്ലയോ. ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാതെ പിന്നെ സാക്ഷ്യമുണ്ടോ? ഒരു ചലഞ്ച് ഇല്ലാതെ അല്ലേ? ഒരു ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു വേദിയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഒബ്സ്റ്റക്കിൾസും പ്രതിസന്ധികളും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബാബു ജോസഫ് പാസ്റ്ററെ കുറിച്ച് എൽ സിസ്റ്ററെ കുറിച്ചും പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്രാവശ്യം ഇറാഖിൽ പോകാൻ പറ്റാതെ കുവൈറ്റിൽ വന്നപ്പോൾ, അന്ന് വന്ന് ലാൻഡ് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അന്ന് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. നമ്മുടെ രഹബോത്തിലെ സന്തോഷ് പാസ്റ്ററും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി. ഞാൻ ഓർക്കുന്നുണ്ട് പാസ്റ്റർ ഇറാഖിൽ പോകാൻ പറ്റാതെ കുവൈറ്റിൽ ആ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ദൈവം നമുക്ക് വേണ്ടി ഒരു ദൈവദാസനെ അയച്ചല്ലേ. അത് എനിക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി കൊണ്ടുവരിച്ചതാ. കാരണം ഈ ബാബു ജോസഫ് പാസ്റ്റർ, എൽ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ അന്ധമായി കർത്താവിനെ വിശ്വസിച്ച് നടക്കുന്ന വ്യക്തികളാണ്. വളരെ റാഡിക്കലായിട്ടുള്ള ഫെയ്ത്ത് എന്നൊക്കെ പറയാം. നമ്മുടെ ചാനലിൽ വരുമ്പോൾ ബാബു പാസ്റ്റർ 100 രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലിൽ വന്നത്. എൽ സിസ്റ്റർ 50-ലധികം രാജ്യങ്ങളില്ല. പക്ഷേ ഇപ്പോൾ അവർ 100ൻ്റെ സംഖ്യയൊക്കെ കഴിഞ്ഞു. പിന്നെയും കുറേ രാജ്യങ്ങളിൽ പോയി. എപ്പോഴും എനിക്ക് മെസ്സേജ് ഇടും, ഇന്ന രാജ്യത്താണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇടും. അതെ, ബോംബെയിലും വന്നു. ഈ ഒരാൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കാൻ ഒരു വിഷയമൊക്കെ കിട്ടിയാൽ അങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കാണുമ്പോഴേ, വിശ്വാസം കാണുമ്പോഴേ നമുക്കറിയാം അവരെത്ര ആത്മാർത്ഥമായിട്ട്. ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട പിതാവ്, ഞങ്ങളുടെ ചർച്ചിൻ്റെ അസോസിയേറ്റ് പാസ്റ്ററൊക്കെ ആയിരുന്നു, എൻ്റെ അച്ഛൻ ഒരു സ്പൈനൽ സർജറി കഴിഞ്ഞിട്ട് കട്ടിലേന്ന് എഴുന്നേക്കാൻ വയ്യാതെ കഴുത്തിൻ്റെ താഴോട്ട് തളർന്ന് കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞങ്ങൾ ആര് ദൈവദാസന്മാർ വന്നാലും ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ബാബു പാസ്റ്ററൊക്കെ വന്നിട്ട് അങ്ങ് പിടിച്ചു വെച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായാലും ചില മാസങ്ങൾക്ക് ശേഷം ആ ദൈവദാസൻ എഴുന്നേറ്റു. സ്പൈനൽ സർജറി കഴിഞ്ഞ് ഡോക്ടർ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അദ്ദേഹം തനിയെ എഴുന്നേക്കുവാൻ ഇടയായി തീർന്നു ചില മാസങ്ങൾക്ക് ശേഷം. അപ്പം ഞാൻ പറഞ്ഞത് ബാബു പാസ്റ്ററെ കുറിച്ചാണ്, അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിലരെ ആ സമയത്ത് നമ്മുടെ അടുക്കൽ കൊണ്ടെത്തിച്ചു. ദൈവിക അത്ഭുതങ്ങൾ കാണാൻ അത് മുഖാന്തരമായി തീർന്നു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പരീക്ഷ ദൈവം അനുവദിച്ചാലും പരിഹാരവും ദൈവം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോക്കുവഴികളും ദൈവം തുറന്നിട്ടിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കുകയില്ലെന്ന് ഞാനെന്നാണ് നമ്മൾ പാട്ട് പാടുമ്പോൾ പറയുന്നത്. ദൈവം അനുവദിക്കുന്ന എല്ലാം നന്മയ്ക്കാണ്. ദൈവം അനുവദിക്കുന്ന പരീക്ഷകളെല്ലാം നന്മയ്ക്കാണ്. അവൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. യശുരൂരിൻ്റെ ദൈവം, മോശ പറയുന്നത് കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന്. നമ്മൾ ഫ്രീ ഫോൾ ആയിരിക്കും, മേളിൽ നിന്ന് അങ്ങ് താഴോട്ട് വീഴുമായിരിക്കും. പക്ഷെ എങ്ങോട്ടാണ് വീഴുന്നത്? അതിനൊരു മാക്സിമുണ്ട്. ദൈവത്തിൻ്റെ കരത്തിലോട്ടാണ് വീഴുന്നത്. കീഴേ ശാശ്വത ഭുജമുണ്ട്, അതിൻ്റെ താഴോട്ട് പോകത്തില്ല. താങ്ങാനൊരു കരം കീഴിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും അങ്ങനെ ജീവിതത്തിൽ ഒരു ഫ്രീ ഫോൾ കൈൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ പോകുന്നെങ്കിൽ, അങ്ങ് താഴോട്ട് വീണുകൊണ്ടിരിക്കുക, ഇതെവിടെ ചെന്ന് തീരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ നിങ്ങളെ താങ്ങും നടത്തും, അവൻ്റെ കൃപയ്ക്കുള്ളിൽ പരിപാലിക്കും. നല്ല സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേക ദൈവമക്കളുടെ മുമ്പിൽ ഈ സാക്ഷ്യം പറവാൻ ദൈവം ശക്തീകരിക്കട്ടെ. എല്ലാവിധ സൗഖ്യങ്ങളും വിടുതലുകളും കർത്താവ് കൽപ്പിച്ചാക്കട്ടെ. കുടുംബമായി മാനിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നും കൂടെ ആഡ് ചെയ്യാനുണ്ട്. എൻ്റെ മോനിപ്പം നാട്ടില് ഇപ്പം ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടില് ജോലി ചെയ്യുന്നു. മോള് ഓസ്ട്രേലിയയില് സൈക്കോളജിയില് PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് 2024 റിസൈൻ ചെയ്ത് പോണമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷെ ആ സമയത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാഹചര്യം ഇല്ലായിരുന്നു. അത് ദൈവം അതെല്ലാം വളരെ പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ 2023 തൊട്ടേ പറയുന്നതാണ് റിസൈൻ ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ചെയ്യാം എന്ന് പറഞ്ഞല്ലാതെ തീരുമാനമൊന്നും അറിയിച്ചില്ല. അങ്ങനെ ഈ 2024 എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വരാനായിട്ട്
അതുകൊണ്ടാണ് സാഹചര്യം ഒരുങ്ങി കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ വന്നത് കൊണ്ടാണ് എനിക്ക് ഈ കോസ്റ്റ്ലി മെഡിസിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങിക്കിടുന്നത്. അതാണ് കർത്താവ് ഒരുക്കിയ വഴികൾ എന്ന് പറയുന്നത്. ദൈവം എല്ലാം ഒരുക്കി തന്നിട്ടാണ് ഞാൻ ഈ കൂടെ കടന്നു പോകുന്നത്. ക്യാൻസർ ആശുപത്രിയിൽ 16 വർഷം അല്ലേ? 17 വർഷം 17 വർഷം 17 വർഷം 17 വർഷം ക്യാൻസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ചെയ്തതാ. ആർ സി സിയിൽ 2 വർഷമേ ചെയ്തുള്ളൂ. ഇവിടെ കുവൈറ്റില് 17 വർഷം ജോലി ചെയ്തു. ഞാന് അല്ല 17 വർഷം കുവൈറ്റില്. അപ്പൊ ആർ സി സിയിലെ 19 വർഷം ക്യാൻസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്. നമുക്ക് ക്യാൻസറിന്റെ ആ ഒരു ദാരുണമാകുന്ന അവസ്ഥ അറിയാം. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ പോകേണ്ടി വരും എന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്ത പോലും അല്ലേ? ഒരു ദൈവദാസൻ എന്നോട് ഒരു ദൈവദാസൻ എന്നോട് ദൂത് പറഞ്ഞത്, നീ ഇന്ന് വരെയും എക്സ്പീരിയൻസ് ചെയ്യാത്തത് നീ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. നീ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോ നീ എക്സ്പീരിയൻസ് ചെയ്യാതെ നീ എക്സ്പീരിയൻസ് ചെയ്യാൻ. പിന്നീട് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ശരിയാണ്, ഞാൻ ഒത്തിരി ആൾക്കാർക്ക് കീമോതെറാപ്പി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കീമോതെറാപ്പി ഞാൻ എന്റെ ശരീരത്തിൽ എടുത്തപ്പോഴാണ് അത് ഓരോ പേഷ്യൻസും കടന്നു പോകുന്ന ആ തീവ്രത മനസ്സിലായത്. അതായത് ആ ദൂത് എത്രമാത്രം എന്റെ ആ കാര്യത്തിൽ ആപ്റ്റായി എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. ദൈവം എത്ര വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ കുവൈറ്റില് ഞാൻ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നെങ്കിലും എനിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കിട്ടത്തില്ലായിരുന്നു. ഈ ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങി കിട്ടിയത്. അതും ദൈവം മുന്നമേ എല്ലാം ദൈവം ഒരുക്കി തന്നു. അതെ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഇനി ആശ്വാസം വിടുതലൊക്കെയായി മാറും. എൽസി സിസ്റ്റർ എങ്ങനെ നമുക്കൊരു ആശ്വാസമായത്? എൽസി സിസ്റ്ററുടെ സാക്ഷ്യം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ബാബുപാസ്റ്റർ സാക്ഷ്യം കിടപ്പുണ്ട്. എൽസി സിസ്റ്ററുടെ ആന്തരിക അവയവങ്ങളിൽ 8 അവയവങ്ങൾ റിമൂവ് ചെയ്തതാണ്. സ്പ്ലീൻ, പാൻക്രിയാസ്, ഇങ്ങനെ 8 അവയവങ്ങൾ റിമൂവ് ചെയ്തതാണ്. അങ്ങനെ ഒരു വ്യക്തി ജീവനോടിരിക്കുകയോ അസാധ്യമാണ്. ക്യാൻസർ അത്ര മാരകമായതാണ്. 3 മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പറയുന്നത് ആ വിധിയെഴുത്തുകളെ മാറ്റിയിട്ട് 50-ലധികം രാജ്യങ്ങളിൽ പോയി കർത്താവ് സൗഖ്യമാക്കിയെന്ന് സാക്ഷ്യം പറയത്തക്കവണ്ണം ദീർഘവർഷങ്ങൾ, പതിറ്റാണ്ടുകളായി കർത്താവ് ജീവനോട് വെച്ചിരിക്കുന്നു. അതൊക്കെ വലിയ ദൈവിക അത്ഭുതങ്ങളാണ്. നമ്മുടെ വേദനകൾ മറ്റുള്ളവർക്ക് ആശ്വാസവും സൗഖ്യവും ഒക്കെയായിട്ട് മാറും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ നീ ഒരുക്കുന്ന എല്ലാ നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് കടന്നു പോകുന്ന വഴികൾക്കായി സ്തോത്രം കർത്താവേ. മുന്നമേ അവിടുന്ന് എല്ലാം അറിഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുവാനുള്ള കൃപയും ബലവും ശക്തിയും ഞങ്ങൾക്ക് പകരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും കർത്താവിന്റെ കരം ഞങ്ങൾക്ക് കീഴെ ശാശ്വത ഭുജമായി കൂടെ ഇരിക്കാൻ കർത്താവെ, ഞങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കാതെ ബലപ്പെടുത്തി നടത്തുന്ന ആ ദൈവ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക കർത്താവെ. ആമേൻ കർത്താവെ. ഈ സാഹചര്യം ഒരുക്കിയ കർത്താവെ, സാക്ഷ്യം പറയുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്ന ആമേൻ കർത്താവെ, ഹാലേലൂയ. എല്ലാ വഴികളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ കർത്താവെ. പാസ്റ്ററിനെയും കർത്താവെ, സഹോദരിയും കർത്താവെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആസാദി ചാനലിനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവെ. ഇത്രത്തോളം അനേകരുടെ മുൻപിൽ കർത്താവെ ദൈവത്തെ വരച്ചു കാട്ടുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഹാലേലൂയ. കർത്താവെ, മിനിസ്ട്രിയെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവരുടെ ഓരോ പ്രവൃത്തികളെയും കർത്താവെ നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകരെ കർത്താവിന് വേണ്ടി സാക്ഷികളായി ഉണർത്തുവാൻ തക്കവണ്ണം കർത്താവെ, അനേകരിലേക്ക് ദൈവത്തിന്റെ വചനം ഒഴുകുവാൻ തക്കവണ്ണം, കർത്താവിൽ വിശ്വസിക്കുവാനും പ്രത്യാശ വെക്കുവാനും തക്കവണ്ണം കർത്താവെ ഇത് സഹായകരമായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ മുൻപിൽ സാക്ഷിയായിട്ട് കർത്താവെ, ഹല്ലേലൂയ, എന്നെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ നീ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തന്ന നന്മകൾക്കെല്ലാമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പരിശോധനകളും ശോധനകളും കർത്താവെ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും ഞങ്ങൾ തകർന്നു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് പ്രത്യാശയോടുകൂടി നോക്കിക്കൊണ്ട്
ഹല്ലേലൂയ. ആമേൻ കർത്താവെ, വിശ്വാസത്തോടുകൂടി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലം ധരിപ്പിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ ഈ അവസരം ഒരുക്കിയ എല്ലാ ഹല്ലേലൂയ കർത്താവെ സാഹചര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്റ്ററിനെയും കുടുംബത്തെ വീണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് കർത്താവെ അനുഗ്രഹമായി തീരണമേ. അനേകരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ഇത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, സർവമഹത്വവും ദൈവത്തിന് സമർപ്പിക്കുക കർത്താവെ. ഞങ്ങൾക്കൊന്നും പുകഴുവാനില്ല കർത്താവെ. നീ തന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവെ. എല്ലാ മാനവും മഹത്വവും കർത്താവിന് സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ, നന്ദി പറയുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളെല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായും ഈ സാക്ഷി അനേകരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന അനേകരുടെ ജീവിതത്തിൽ അവർ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ എല്ലാം കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.